കിടപ്പുണ്ട്. അതിൽ ആദ്യകാലത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ്, രാവിലെ എണീച്ച് രാത്രി വരെയുള്ള സകലതും ഭഗവാന് സമർപ്പിക്കുക. അതിനുള്ള ശ്രദ്ധ ഉണ്ടാക്കിയാൽ മതി. ഓർമ്മ വരുമ്പൊക്കെ സമർപ്പിക്കുക. അതിപ്പോൾ ഇത്ര നേരം കേട്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം തോന്നിയോ? ശരത്ത് ഇത്രയും നേരം പറഞ്ഞ് കേട്ടു, അത് കേട്ടപ്പോൾ മനസ്സിനൊരു സുഖം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അതിനെ ഭഗവാന് സമർപ്പിക്കുക. കേട്ടു, ബോറടിച്ചു, ആ പരമ ബോറ് അത് മുഴുവൻ എന്താ ഗുരുവായൂരപ്പ നിൻ്റെ നെഞ്ഞത്തിരിക്കട്ടെ കൊടുക്കുക. ഭയങ്കര വിശക്കണു, ആ വിശപ്പും ഭഗവാന് കൊടുക്കുക. എന്തും കൊടുക്കുക. നല്ലത് ചീത്ത എന്നൊന്നില്ല പ്രപഞ്ചത്തിൽ, എല്ലാം ഭഗവാനാണ്. ഭഗവാൻ അല്ലാണ്ടൊരു വസ്തു ഈ പ്രപഞ്ചത്തിലില്ല. ശത്രുപക്ഷത്തും മിത്രപക്ഷത്തും ബന്ധുപക്ഷത്തും പിതൃപക്ഷത്തും മാതൃപക്ഷത്തും ശിഷ്യപക്ഷത്തും സന്താനപക്ഷത്തും സകല സ്ഥലത്തും ഭഗവാൻ മാത്രം. ജീവനുള്ളതും ജീവനില്ലാത്തതും സകലതും ഭഗവാൻ മാത്രം, വേറെ ഒന്നുമില്ല. ഇത് ഉറപ്പിക്കാനുള്ള ശ്രദ്ധ ഉണ്ടായാൽ മതി, ഭക്തി തന്നെ വരും. കാരണം ശ്രദ്ധ വന്ന ഭഗവാനോടുള്ള ചേർച്ച വരും. ആ ചേർച്ചയാണ് ഭക്തി. അല്ലാണ്ട് നമ്മളെ മാതിരി കാര്യം സാധിക്കാനുള്ള